പുതുവർഷത്തെ വരവേൽക്കാൻ കൊച്ചി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. ഫോർട്ട് കൊച്ചിയിലേക്ക് ഇപ്പോൾ തന്നെ ആളുകളുടെ ഒഴുക്കാണ്. നാളെ നിങ്ങൾക്കറിയാം, കൊച്ചിയൊക്കെ തന്നെ പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയൊക്കെ ജനനിമിടമാകും. ഫോർട്ട് കൊച്ചിയിൽ മാത്രമല്ല, തൃക്കാക്കരയിലും പാപ്പാഞ്ഞിയെ കത്തിക്കുമെന്നാണ് വിവരം. തൃക്കാക്കരയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിപിൻ, മറ്റ് ചില നഗരങ്ങൾ പോലെ കൊച്ചി നാളെ ഇളകി മറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഇളക്കത്തിൻ്റെ കൂടെ 24 ഒപ്പം ഉണ്ടാകും. പറയൂ വിവരങ്ങൾ. SKN പുത്തൻ പ്രതീക്ഷകളുമായി പുതുവത്സരത്തെ വരവേൽക്കാൻ നാടും നഗരമൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. കൊച്ചി 2 ദിവസം മുൻപ് തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ 2 പാപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട്. ആ പ്രദേശത്തേക്ക് ഇപ്പോൾ തന്നെ അടുക്കാൻ കഴിയാത്ത അത്രയും തിരക്കാണ്, പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും. എന്നാൽ അവിടെ മാത്രമല്ല, ഇപ്പോൾ തൃക്കാക്കരയിലും പാപ്പാഞ്ഞി തയ്യാറായി കഴിഞ്ഞു. നാളെ രാത്രി ഏകദേശം 12 മണിക്ക്, അതായത് ന്യൂ ഇയറിന് കത്തിക്കും. സമീഷ തൃക്കാക്കര എന്നുള്ളൊരു കൂട്ടായ്മയുടെ പേരിലാണ് ഈ ഒരു പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഈ എല്ലാവരും കൂടി ഫോർട്ട് കൊച്ചിയിലേക്ക് ഒന്നിക്കുന്നതിൻ്റെ ആ ഒരു തിരക്ക് ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ടാണ് ഓരോ ഭാഗങ്ങളിലായി പാപ്പാഞ്ഞിയൊക്കെ തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ സാരഥികൾ നമ്മോടൊപ്പം ചേരുകയാണ്, സമീഷയുടെ. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. എത്ര അടിയുണ്ട് നമ്മുടെ പാപ്പാഞ്ഞി? നമ്മുടെ 45 അടി വരും. SKN സാറാണല്ലേ ഇല്ലേ? സാറേ നമസ്കാരം. 45 അടിയുണ്ട് താഴെ തുടങ്ങി മുകളിൽ വരെ. ഇത് താഴത്തേക്കൊരു 4 അടി ഫുട്ടിങ് താഴത്തേക്ക് പോയിട്ടുണ്ട്. കാരണം ഇത് സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി 3 ഭാഗങ്ങളായിട്ടാണ് ഇത് പണിതേക്കുന്നത്. എല്ലാം കൃത്യ സുരക്ഷയിലാണ്. കൃത്യ സുരക്ഷയായിട്ടാണ്, സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നാളെ ഇവിടെ എല്ലാം ജനനിബിഡായിരിക്കും അല്ലേ? അതെ, കഴിഞ്ഞ 3 വർഷം അത്രയ്ക്ക് ജനത്തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു കമ്മിറ്റ്മെൻ്റായി. ഇവിടെ IT നഗരമുള്ള, പ്രത്യേകിച്ച് കാക്കനാട്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി ഭാഗത്ത് അങ്ങനെയുള്ളതൊക്കെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും, പിന്നെ പൊതുവേ തൃക്കാക്കരക്കാർക്ക് ഒരു ന്യൂ ഇയർ ആഘോഷം പൊതുവേ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കമ്മിറ്റഡായി. അപ്പോൾ അതുകൊണ്ടാണ് അത് കൂടുതൽ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും. കിടിലം പാപ്പാഞ്ഞി പ്രസിഡന്റാണ് അല്ലെ? സൂപ്പർ പാപ്പാഞ്ഞി. SKN നമസ്കാരം. ഞങ്ങൾ ഒരു 33 വർഷം മുമ്പുള്ള ഞങ്ങളുടെ സൗഹൃദത്തിനൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി തുടങ്ങിയ ഒരു ക്ലബ്ബാണ് സമീക്ഷ എന്നുള്ളത്. ആ സൗഹൃദം ഇപ്പോഴും ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അരീഷ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ന്യൂ ഇയർ ആഘോഷം, തൃക്കാക്കര ഒരു IT ഹബ്ബായപ്പോൾ ന്യൂ ഇയർ ആഘോഷം അത്യാവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങളൊരു 5 വർഷം മുമ്പ് ഇതുപോലെ പപ്പാനി കത്തിക്കൽ രംഗത്തേക്ക് വന്നത്. അതിനു മുമ്പ് ഞങ്ങൾ വാർഷികം നടത്താറുണ്ട്. ഈ പപ്പാനി കത്തിക്കലും ഈ ആഘോഷങ്ങൾക്കിടയിലും ഞങ്ങളൊരു ചാരിറ്റി പ്രവർത്തനം കൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് അപ്പോൾ അങ്ങനെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്നു. SKN എടുത്തു പറയേണ്ടത് മറ്റൊന്ന് സുരക്ഷയെ സംബന്ധിച്ചാണ്. അതായത് ഫോർട്ട് കൊച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 1000-ലധികം പോലീസുകാർ, 100-ലധികം CCTVകൾ ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് പോലീസ് ആ ഒരു ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. നാളെ 4 മണിക്ക് ശേഷം അവിടെയൊക്കെ വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ഒപ്പം തന്നെ വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും 4 മണിക്ക് ശേഷം അവിടെയൊക്കെ വാഹനങ്ങൾ റോഡ് സൈഡിൽ നിർത്തുന്നതിനൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു ലഹരിയുടെയൊക്കെ ഒരു പരിശോധന പോലീസ് കർശനമായി തന്നെ ഇപ്രാവശ്യം കൊച്ചിയിൽ ഒരുക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും സന്തോഷകരമായി ഒരു പുതുവത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ. നമ്മുടെ അവിടെ നിന്ന് സഹോദരന്മാർക്ക് ബ്രോസിനെല്ലാം ഒരു ആശംസ പറഞ്ഞേക്കൂ. നാളെ പൊളിക്കാനും പറഞ്ഞേക്കൂ. ഞാൻ പറഞ്ഞു എന്ന് പറയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.